Good morning friends. Welcome to Mama's Kitchen. Happy Easter to all of you. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഒരു കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റൂ ചെറിയ തോതിലേ ഉണ്ടാക്കുന്നുള്ളൂ, ഫാമിലിക്ക് വേണ്ടി മാത്രം. അതിനകത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് തുടക്കം മുതലേ കാണിക്കാം. ഗ്യാസ് ഓൺ ചെയ്തൊരു കടായി വെച്ചു. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. 2-3 സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിടുകയാണ്. കടുക് പൊട്ടിയപ്പോൾ ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് ഇടുകയാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ഇത്രയും സ്പൈസസ് ഹോൾ സ്പൈസസ് ആയിട്ട് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള സ്ലൈസ് ചെയ്തത്, കുറച്ച് ഇഞ്ചി സ്ലൈസ് ചെയ്തത്, വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, ഇതെല്ലാം സ്ലൈസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ഘനം കൂടിയിരുന്നാലും കുഴപ്പമില്ല, കാരണം സ്റ്റൂവിന് നമ്മൾ ഒരുപാട് മൂപ്പിക്കുന്നില്ല. അതിന് കളർ അധികം മാറേണ്ട ആവശ്യമില്ല. സവാളയുടെ ഒന്നും കളർ അധികം ബ്രൗൺ ആയി പോകാൻ പാടില്ല. പിന്നെ ഇതിന് എരിയായിട്ട് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല. അതുകൊണ്ട് ഈ കുരുമുളകിൻ്റെ എരിയും പച്ചമുളകിൻ്റെ എരിയുമാണ്. അതുകൊണ്ട് ഞാൻ 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കുറച്ച് കരിയാപ്പില. ഇത് അല്പമൊന്ന് വഴന്ന് കഴിയുമ്പോൾ ബാക്കി സാധനങ്ങൾ ചേർക്കാം. സവാളയൊന്ന് ചെറുതായിട്ട് വെന്തോട്ട് അതിന് വേണ്ടി ഒന്ന് അടച്ചു വെക്കുകയാണ് ഒരു 2 സെക്കൻഡ്. ഒരു 300-400 ഗ്രാം ചിക്കനെ എടുത്തിട്ടുള്ളൂ ഞാൻ. അതിടുകയാണ് ഇതിനകത്ത്. ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ കളർ മാറിയിട്ടൊരു വൈറ്റ് കളറാകും. അത്രയും സമയം ഒന്ന് ഫ്രൈ ചെയ്യണം. ചിക്കനകത്തെ വെള്ളം കുറച്ചിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതൊന്നും സാരമില്ല, ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അതിൻ്റെ കളർ മാറുമ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾ ചേർക്കുന്നുണ്ട്. ഒരു പൊട്ടറ്റോ, 2 ക്യാരറ്റ്. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ബേബി ക്യാരറ്റാണ്. ഇന്നലെ എനിക്ക് കുറച്ച് ബേബി ക്യാരറ്റ് കിട്ടിയായിരുന്നു. അത് തിന്ന് നോക്കിയപ്പോൾ നല്ല മധുരം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് സ്റ്റൂവിന് ചേർക്കാം. എല്ലാവരും ഈസ്റ്റർ നിന്നല്ല അപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഈസ്റ്ററിന് പണ്ടൊക്കെ നാട്ടിൽ അപ്പമൊക്കെ ഉണ്ടാക്കുന്നത് വലിയ ആഘോഷമായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ ആർക്കും ഒന്നും സമയമില്ലല്ലോ അതുപോലെ ആഘോഷിക്കാനൊന്നും. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കി നമ്മുടെ അയൽ വീടുകളിലൊക്കെ കൊടുത്തയക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. ഇപ്പം അതിനൊന്നും ആർക്കും സമയമില്ല, ആർക്കും നേരമില്ല. അയലത്തുകാരെ കാണാൻ പോലും നേരമില്ല. അയലത്തുകാർ താമസിക്കുന്നത് പോലും അറിയത്തില്ല. അതുപോലത്തെ ജീവിതമാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും. വേറെ സ്പൈസസ് ഒന്നും ഇട്ടിട്ടില്ല. അല്പം മല്ലിപ്പൊടിയും ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കളർ മാറുന്നില്ല. കളർ മാറിപ്പോയി. മഞ്ഞളൊക്കെ ചേർത്ത് തന്നെ കളർ മാറിപ്പോകും. മല്ലിപ്പൊടി ചേർക്കാതെ വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ ഞാനിച്ചിരി അല്പം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്നു. ഉപ്പിപ്പം ഞാൻ 1 സ്പൂൺ ഇടുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇടാം. അപ്പോൾ ഇതിനകത്ത് ഈ ടേസ്റ്റ് വരുന്നത് ആ സ്പൈസസിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. ആദ്യമേ ഇട്ട സ്പൈസസ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ഇതിട്ടല്ലോ, അതിന് ടേസ്റ്റാണ് ശരിക്കും സ്റ്റൂവിന് വരുന്നത്. പിന്നെ ഇതിനകത്ത് തേങ്ങാപ്പാലിനകത്ത് വേണം കുക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ ഇന്ന് തേങ്ങാപ്പാലല്ല, പശുമ്പാലാണ് ഒഴിക്കാൻ പോകുന്നത്. പശുമ്പാലിനകത്ത് ഒഴിച്ചാലും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. എപ്പോഴും നമുക്ക് തേങ്ങാപ്പാൽ കിട്ടിയെന്ന് വരത്തില്ലല്ലോ, അതെടുക്കാനൊക്കെ സമയം വേണം. റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ കിട്ടും, എന്നാലും പശുമ്പാൽ ചേർത്താലും ഒരു പ്രശ്നവുമില്ല, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് അതും കൂടെ ചേർക്കുകയാണ്. ഈ ടൊമാറ്റോ ഒന്നും അലിഞ്ഞു പോകണ്ട, സ്ലൈസസ് ആയിട്ട് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അതങ്ങനെ തന്നെ കിടന്നാൽ മതി. ഈ ചിക്കൻ വേകുന്ന താമസമേ ഉള്ളൂ, സ്റ്റൂ പെട്ടെന്ന് റെഡിയാകും. ചിക്കനും വേഗം വേകുന്ന മീറ്റാണല്ലോ. മറ്റുള്ള മീറ്റിനെ അപേക്ഷിച്ച് ചിക്കൻ വേഗം വേകും. ഈ ചിക്കൻ്റെ
ജ്യൂസിനകത്ത് തന്നെ ഇതൊന്ന് അല്പസമയം ഒന്ന് വേകട്ടെ. ഞാൻ ഒന്ന് തീ കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ച് വെക്കാൻ പോവുകയാണ്. ചിക്കനും വെജിറ്റബിളും എല്ലാം വെന്ത് കഴിഞ്ഞു. ഞാൻ ഇനിയും പാലൊഴിക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് ഗ്രേവി എത്രയും വേണം അത്രയും പാലം ഒഴിക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. വേണമെങ്കിൽ അല്പം കൂടെ ചേർക്കാം. പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് നല്ല എരിയുണ്ട്. ഉപ്പ് അല്പം കുറവാണ്. അല്പം ഉപ്പും കൂടി ചേർക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ 1 സ്പൂൺ ഉപ്പായിരുന്നു ഇട്ട്. ഇപ്പോൾ ഒരു 1/2 സ്പൂണും കൂടി ഇടുകയാണ്. മൂന്ന് പച്ചമുളകിന് വരാൻ 2 എണ്ണം ചേർത്താലും മതി. അപ്പോൾ എരി കുറച്ച് കുറഞ്ഞിരിക്കും, എരി അധികം ഇഷ്ടമില്ലാത്തവർക്ക്. ചിക്കൻ സ്റ്റൂ ഓൾമോസ്റ്റ് റെഡിയായി. ഇപ്പോൾ ഞാനതിന് ഒന്നും കൂടെ ഒരു തിക്നെസ് വരാൻ വേണ്ടി, ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി അല്പം ക്രീം ചേർക്കുകയാണ്. ഞാൻ വാങ്ങിക്കുന്ന പാലിൻ്റെ തന്നെ ക്രീമാണ്, വീട്ടിലെടുക്കുന്ന ക്രീമാണ്. അതുപോലെ തന്നെ തിക്നെസ് കൂടാനായിട്ട് ഇതിനകത്ത് ഇട്ടിരുന്ന ഉരുളക്കിഴങ്ങിനകത്തൊന്ന് 3-4 ഉരുളക്കിഴങ്ങിൻ്റെ പീസ് എടുത്തിട്ടൊന്ന് മാഷ് ചെയ്ത് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം ഗ്രേവിക്കൊന്ന് തിക്നെസ് കിട്ടും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു, റെഡിയായി. ഇനി രണ്ടാമത് താളിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ തന്നെ നമ്മൾ കടുകിട്ട് പൊട്ടിച്ചതായിരുന്നുകൊണ്ട് താളിക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണയ്ക്കകത്ത് താളിച്ചൊഴിച്ചാലും നല്ലതാണ്. അപ്പോൾ ചിക്കൻ സ്റ്റൂ റെഡിയായി. എല്ലാവരും കണ്ടല്ലോ. ഇനി ഞാൻ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ.